വർഷത്തിനൊടുവിൽ കയ്യിൽ ആഗ്രഹിച്ച ഭരണം കിട്ടിയതോടെ സതീശൻ മതിമറന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. സിനിമാ സ്റ്റൈൽ പൂക്കി മന്ത്രിയാവാനുള്ള ശ്രമവും നടത്തി. സംഗതി ഏറ്റെന്നായപ്പോൾ പിന്നെ ഫുൾ പൂക്കി ഗോഷ്ഠികളായി. ഒടുവിൽ കമന്റുകൾ നിറഞ്ഞു. മതി സതീശ, മന്ത്രി അല്പം എക്സ്പ്രഷനും ക്യൂട്ട്നെസ്സും വാരി വിതറി ഓവർ ആകുന്നുണ്ടല്ലോ എന്ന്. ഇതിന് പുറമെയാണ് മഞ്ഞക്കുറ്റി പറിച്ചതും ആശമാർക്ക് 3000 രൂപ വർദ്ധിപ്പിച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിവേദന സംഘങ്ങൾക്കായി തുറന്നു കൊടുത്തത്. VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേറി 4 നാൾ കൊണ്ട് സ്വീകരിച്ച ഭരണ നടപടികളാണിവ. തീർച്ചയായും മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ പ്രക്ഷോഭ രംഗത്തിറങ്ങിയവർക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഒരു ദശകകാലത്തെ രാഷ്ട്രീയ വനവാസത്തിന് ശേഷം കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തിയ കോൺഗ്രസ് ഏതാണ്ട് 10 ദിവസത്തിലധികം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ ഒരു രാഷ്ട്രീയ കോമഡി ഷോ അരങ്ങേറ്റത്തിന് ശേഷമുള്ള നടപടികളാണിവ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കോൺഗ്രസിനെ അധികാരത്തിലേറ്റാൻ പണിയെടുത്ത പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ് ആ സ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യനെന്ന ഒരു പൊതുബോധം ഇക്കാലയളവിൽ ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്തു. കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ളവരടക്കം VD സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിച്ചവരിലുണ്ട്. ഒടുവിൽ ജനകീയ മുഖ്യമന്ത്രിയെ തന്നെ സമ്മാനിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് കേരളത്തോട് കരുണ കാണിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജനങ്ങൾക്കായി തുറന്നുവെച്ച ഭരണരംഗം സുതാര്യവും ജനങ്ങൾക്ക് പ്രാപ്യമാക്കുകയും ചെയ്യുമെന്ന് തെളിയിച്ച VD സതീശനെ അനുമോദിക്കുന്നവർ ഒരു സുപ്രധാന ചോദ്യം കൂടി ഉന്നയിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് 3 ദിവസം മുൻപ് ചാർട്ടേഡ് വിമാനത്തിൽ RSS നേതാക്കൾക്കൊപ്പം അദാനി ഗ്രൂപ്പ് ചെയർമാനായ കിഷോർ ആൽവയുമായി VD സതീശൻ നടത്തിയ രഹസ്യ സന്ദർശനത്തെ കുറിച്ചാണ് ആ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ തോറ്റ CPM നേതൃത്വം ഉയർത്തിയ ചോദ്യം രാഷ്ട്രീയ പ്രേരിതമെന്ന് ആരോപിച്ച് തള്ളിക്കളയപ്പെട്ടു പോയെങ്കിലും ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നത് മറന്നുകൂടാ. RSS നേതാക്കളോടൊപ്പം അദാനി ഗ്രൂപ്പ് തലവനായ ആൽവയുമായി സതീശൻ നടത്തിയ ഒരു രഹസ്യ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച തെളിവുകൾ, അതായത് ചാർട്ടേഡ് ഫ്ലൈറ്റ് സെക്യൂരിറ്റി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അടക്കം പുറത്തു വന്നിട്ടും നാളിതുവരെ സതീശനോ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഘടകങ്ങളോ ഇത് സംബന്ധിച്ച് നിഷേധ പ്രസ്താവനകളുമായി വന്നിട്ടില്ല എന്നത് വസ്തുതയാണ്. ഇന്ത്യ നാളിതുവരെ കണ്ടതിൽ ഏറ്റവും മനുഷ്യത്വരഹിതവും കാപ്പട്യം നിറഞ്ഞതുമായ ഒരു കോർപ്പറേറ്റ് എന്റിറ്റിയാണ് ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നത്. ദേശതലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പലതവണ ഗൗതം അദാനിയെയും അയാളുടെ RSS ബന്ധത്തെക്കുറിച്ചും മോദി ഗവൺമെന്റ് അദാനിക്ക് നൽകുന്ന വഴിവിട്ട പരിഗണനകളെക്കുറിച്ചും നിരന്തരമായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ സതീശന്റെ അദാനി കമ്പനി ചെയർമാനുമായുള്ള രഹസ്യ കൂടിക്കാഴ്ച അങ്ങേയറ്റം ഗൗരവത്തോടെ കാണേണ്ട സംഗതിയാണ്. കേരളത്തിൽ VD സതീശനെ മുഖ്യമന്ത്രിയായി അവരോധിച്ചുകൊണ്ട് ജനഹിതം മാനിക്കണമെന്ന് ഹൈക്കമാൻഡിന് കത്തെഴുതിയ KGS, സാറ ജോസഫ്, B രാജീവൻ, കൽപ്പറ്റ നാരായണൻ എന്നീ സാഹിത്യ സാംസ്കാരിക നായകർ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയെ 2026 മെയ് 1 തന്നെ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നുവെന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല. സാട്ടാ ബസാറിൽ സവിശേഷമായി ഫലോദി സാട്ടാ ബസാർ കളിക്കുന്ന ഗൗതം അദാനിക്ക് പക്ഷേ കേരളം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് നല്ല ധാരണയുണ്ടായിരുന്നു. UDFനും അതിനെ ആശ്രയിക്കുന്ന മുഖ്യ പാർട്ടിയായ കോൺഗ്രസിനും വികസനം, വൻകിട പദ്ധതികൾ, പൊതു സ്വകാര്യ പങ്കാളിത്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പശ്ചാത്തല സൗകര്യ പദ്ധതികളുടെ നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച് നിലവിലുള്ള പൊതുബോധ്യങ്ങളിൽ നിന്ന് ഭിന്നമായ ഒരു കാഴ്ചപ്പാടും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. സാമ്പത്തിക വളർച്ച, തൊഴിൽ, നഗരവൽക്കരണം എന്നിവയോടൊപ്പം ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളിലെ കമ്മി പരിഹരിക്കുക എന്ന ന്യായവാദം ഉയർത്തിക്കൊണ്ടാണ് നിക്ഷേപം, നിർവഹണം എന്നിവയിലടക്കം പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിലേക്ക് കോർപ്പറേറ്റ് മേഖലയെ കയറൂരിവിടുന്ന നയസമീപനമാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്ന എല്ലാ സർക്കാരുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്വീകരിച്ചിരിക്കുന്നത്. 90കളിൽ കോൺഗ്രസ് ആരംഭിച്ച സ്വകാര്യ ഉദാരവൽക്കരണ നയത്തെ കൂടുതൽ അക്രമാത്സകമായ രീതിയിൽ നടപ്പിലാക്കുക എന്ന ദൗത്യമാണ് BJP ഭരണകൂടം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സമാനമായ നയങ്ങൾ തന്നെയാണ് അനുവർത്തിച്ചു വരുന്നത് എന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിതനായ VD സതീശൻ എന്തിനായിരുന്നു വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു യാത്രയും അദാനി കമ്പനി ചെയർമാനുമായുള്ള കൂടിക്കാഴ്ചയും നടത്തിയത് എന്നറിയാൻ കേരളീയ സമൂഹത്തിന് അവകാശമുണ്ട്.
തങ്ങളുടെ മാനസ മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം പരസ്യമായി ഉന്നയിക്കാൻ സാംസ്കാരിക സാഹിത്യ നായകന്മാർക്കും അത്ര തന്നെ ഉത്തരവാദിത്തമുണ്ട്.